നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷാ നഷ്ടവാദം സമർത്ഥിക്കുന്ന ഭേദഭാഗങ്ങളുടെ സൂക്ഷ്മമായ പരിശോധനയിലെ അതിൻ്റെ 8ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നാം കടന്നു വരുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 68-ാം സങ്കീർത്തനം 29-ാമത്തെ വാക്യമാണ്. 68-ാം സങ്കീർത്തനം 29-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു: ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരുടെ പേര് മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരുടെ പേർ എഴുതരുതേ. രണ്ട് വാക്യങ്ങൾ, രണ്ട് വാക്യഭാഗവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേർ മായ്ച്ചു കളയണമേ. രണ്ട്, നീതിമാന്മാരോടുകൂടെ അവരുടെ പേർ എഴുതരുതേ. അപ്പൊ ഈ വേദഭാഗം പുറപ്പാട് പുസ്തകം 32, 33, 34 വാക്യങ്ങൾ ഞാൻ രക്ഷാനഷ്ടവാദത്തോട് ഉള്ള ബന്ധത്തിൽ വിവരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, മോശ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമെന്ന്. ഒരു ദയാഭാവത്തിന് വേണ്ടി താൻ അപേക്ഷിക്കുകയാണ്. അത് മോശ ജീവപുസ്തകത്തിൽ നിന്ന് തന്റെ പേര് മായ്ക്കാൻ പ്രാർത്ഥിച്ചെന്നും അതുകൊണ്ട് പാപം ചെയ്യുന്ന ആളുകളുടെ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും എന്നും ശക്തമായി വാദിക്കുന്ന ആളുകൾ ഉണ്ട്. അതിനൊരു മറുപടിയാണ് ഈ സമയത്ത് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവിടെ അത് സൂചകമായി മോശയുടെ രക്ഷയുടെ ബന്ധത്തിൽ പറഞ്ഞുവെങ്കിലും ഈ വാക്യം ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന ഒരു ചിന്ത വിഷയം ആണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വാക്യം സൂക്ഷിച്ച് നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിൽ കൂടെയും വായിക്കേണ്ടതാണ്. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് ഇംഗ്ലീഷ് ബൈബിൾ കൂടെ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാള തർജ്ജമക്കാർ ജീവപുസ്തകം എന്ന് തർജ്ജമ ചെയ്യാതെ ജീവന്റെ പുസ്തകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതിൽ നിന്നും ഇതിന്റെ കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവപുസ്തകവും ജീവന്റെ പുസ്തകവും ഈ മലയാളം തർജ്ജമ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വളരെ ഭാഷാ പണ്ഡിതന്മാരായ വിശ്വേശ്വരയ്യരും ചാത്തു മേനോനും ഒക്കെയാണ് നമ്മുടെ ബൈബിൾ ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് തർജ്ജമ ചെയ്തത്. അവരെ എബ്രായ, ഗ്രീക്ക്, അരാമയ ഭാഷകളിലും സംസ്കൃത, തമിഴ്, മലയാള ഭാഷകളിലും ദ്രാവിഡ ഭാഷകളിലും ഭാഷാ നിപുണതയുള്ള ആളുകൾ ആയിരുന്നു. അതിൽ യാതൊരു സംശയമില്ല. അവർ തർജ്ജമ ചെയ്ത പുസ്തകത്തെ കറക്റ്റ് ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും ഒരിക്കലും എനിക്കില്ല. അത് ഞാൻ പൂർണ്ണമായി സമ്മതിക്കുന്നു. എങ്കിലും ഇംഗ്ലീഷ് ബൈബിൾ കൂടെ റെഫർ ചെയ്യേണ്ടത് ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥവിന്യാസം എന്താണെന്ന് മനസ്സിലാക്കുവാൻ നമ്മെ ഏറെ സഹായിക്കും. അവിടെ പറയുമ്പോൾ ജീവപുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂടെ അവരെ എഴുതരുത്. മലയാള തർജ്ജമക്കാർ ജീവപുസ്തകം എന്ന് തർജ്ജമ ചെയ്യാതെ ജീവന്റെ പുസ്തകം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നതിൽ നിന്നും കാര്യം അല്പം നമ്മൾ വിശദമാക്കുകയും മനസ്സിലാവുകയുള്ളൂ. വെളിപ്പാട് 21, 27 കാണുന്ന ജീവപുസ്തകം അല്ല അത്. വെളിപ്പാട് 21, 27 പുറപ്പാട് 32, 33 വ്യാഖ്യാനം കൂടെ ഇതിനോട് ചേർത്ത് ചിന്തിച്ചാൽ മതിയാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രണ്ട് പുസ്തകത്തെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് ആരും മനസ്സിലാക്കാതെ ഒരു ജീവപുസ്തകം എന്നും ജീവന്റെ പുസ്തകം എന്നും പറയുന്നത് ഒരേ പുസ്തകം തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് ഈ വാക്യത്തെ സംബന്ധിച്ച് നമുക്കൊരു അർത്ഥ വ്യത്യാസം മനസ്സിലാക്കുന്നത്. അതങ്ങനെയല്ല. ഇവിടെ വായിക്കുമ്പോൾ രണ്ട് പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട്. ഏതെല്ലാമാണ്? ജീവന്റെ പുസ്തകം അഥവാ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം. ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ച് ഇരിക്കുന്നവരുടെ പുസ്തകം. ബുക്ക് ഓഫ് ദ ലിവിങ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ ഇരിക്കുന്നത്. നീതിമാന്മാരുടെ പേരോ ലിസ്റ്റോ വേറെ ഉണ്ടെന്ന് പറയുന്നു. അതിനെയാണ് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ക്കണം, നീതിമാന്മാരുടെ കൂടെ എഴുതരുത് എന്ന് പറയുന്നു. അപ്പൊ ജീവപുസ്തകവും ജീവന്റെ പുസ്തകവും രണ്ട് പുസ്തകങ്ങളുണ്ട്. ഒന്ന് ബുക്ക് ഓഫ് ദ ലിവിങ്ങും മറ്റേത് ബുക്ക് ഓഫ് ദ ലൈഫുമാണ്. ഇത് തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. വാട്ട് ഈസ് ബുക്ക് ഓഫ് ദ ലിവിങ് ആൻഡ് വാട്ട് ഈസ് ബുക്ക് ഓഫ് ദ ലൈഫ്? ബുക്ക് ഓഫ് ദ ലൈഫ് എന്ന് പറയുന്നത് കാലാകാലങ്ങളിലായി കർത്താവിനെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ദൈവമക്കളായി തീരുന്ന ആളുകളുടെ പേരുകൾ അവർ വീണ്ടും ജന്മം പ്രാപിക്കുന്ന സമയത്ത് ദൈവം താൻ തന്നെ നേരിട്ട് എഴുതുന്ന പുസ്തകമാണ് ബുക്ക് ഓഫ് ദ ലൈഫ്, അതായത് ജീവപുസ്തകം. വെളിപ്പാട് പുസ്തകം 20 ആദ്യ പാദങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ തുറന്നു, ജീവപുസ്തകവും എന്ന് വേറൊരു പുസ്തകം തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരുന്ന പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അടുത്ത വാക്കിൽ വായിക്കുന്നത്, എന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവരെയും തീപ്പൊയ്കൾ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പൊ വാസ്തവത്തില് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് അതേസമയത്ത് തന്നെ ജീവന്റെ പുസ്തകമുണ്ട്.
ജീവന്റെ പുസ്തകവും ജീവപുസ്തകവും, ബുക്ക് ഓഫ് ദ ലിവിംഗ് ആൻഡ് ബുക്ക് ഓഫ് ലൈഫ്. എന്താണ് ഈ ബുക്ക് ഓഫ് ദ ലിവിംഗ്? ബുക്ക് ഓഫ് ദ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പേരുകൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഒരാൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ഇവിടെ ആരംഭിക്കുന്നു. ആ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളിന്റെ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് മായ്ച്ചു കളയുന്നു. നമ്മുടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷനിലും ഇതേ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ശിശു ജനിക്കുമ്പോൾ ജനിച്ച ആളുകളുടെ ലിസ്റ്റിൽ അവരുടെ പേരിൽ എഴുതും. അവിടെ നിന്നാണ് പിന്നീട് നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് കരഗതമാക്കുന്നത്. എന്നാൽ ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ ആ 14 ദിവസത്തിനുള്ളിൽ നമ്മളെ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ കൊണ്ടുപോയി ഈ ആള് മരിച്ചുപോയി എന്ന് എഴുതി കൊടുക്കും. അപ്പോൾ മരിച്ചവരുടെ ലിസ്റ്റിൽ അവരുടെ പേര് എഴുതും. ജീവനുള്ള ലിസ്റ്റിൽ നിന്ന് അവരുടെ പേര് നീക്കം ചെയ്യുകയും ചെയ്യും. ജീവനുള്ളവരുടെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് ഈ ഭൂമിയിൽ അതാത് രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ അവർക്കുള്ള ചില രാജ്യത്തിൻ്റെതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ അവര് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കില്ലല്ലോ. ഉദാഹരണം പറഞ്ഞാൽ, ജീവിച്ചിരിക്കുന്ന ആളിന്റെ പേര് റേഷൻ കാർഡിലുണ്ട്. ഈ ആള് മരിച്ചു കഴിയുമ്പോൾ റേഷൻ കാർഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേര് വെട്ടുന്നു. മേലാൽ അദ്ദേഹത്തിന്റെ പേരുള്ള യൂണിറ്റ് അരിയോ മറ്റനുബന്ധ സാധന സാമഗ്രികളോ റേഷൻ കടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. ഉദാഹരണമായി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിലൊക്കെ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും ഈ ആള് ജീവിച്ചിരിക്കുമ്പോൾ ലഭിക്കുന്നത് അതോടുകൂടി അദ്ദേഹത്തിന് ഇല്ലാതെയായിത്തീരുന്നു. ഇവിടെ ജീവനുള്ളവരുടെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ച്ചു കളയണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന പ്രായത്തിന്റെ പരിധിയിൽ എത്തും മുമ്പ് തന്നെ മരണത്താൽ അവരെ നീക്കണമേ എന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദീർഘായുസ് നൽകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒറ്റ അർത്ഥം അതേ ഉള്ളൂ, അവർക്ക് ദീർഘായുസ് നൽകരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ജീവപുസ്തകം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് പേരെഴുതുന്ന മറ്റു പുസ്തകമാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ആളുകളുടെ, അതായത് ദൈവമക്കളായി തീർന്ന ആളുകളുടെ പേരുകൾ മാത്രമാണ് അവിടെ എഴുതുന്നത്. അത് എഴുതുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും അവരുടെ പേരുകൾ മായ്ക്കുകയും ഇല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 പുസ്തകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബുക്ക് ഓഫ് ദ ലിവിംഗ് ആൻഡ് ബുക്ക് ഓഫ് ദ ലൈഫ്. അപ്പൊ വാസ്തവത്തില് ജീവനുള്ളവരുടെ പുസ്തകം ഉള്ളപ്പോൾ തന്നെ നീതിമാന്മാരുടെ പേരുകൾ എഴുതുന്ന വേറൊരു പുസ്തകം ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നീതിമാന്മാരുടെ അവരെ എഴുതരുത്, അഥവാ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളപ്പോൾ തന്നെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് പേരില്ല എന്ന് സാരം. ഉദാഹരണം പറഞ്ഞാൽ, ജീവനുള്ളവരുടെ പേര് രേഖപ്പെടുത്തുന്ന പുസ്തകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരുകൾ ഉണ്ട്. ആരെയും വിട്ടുകളഞ്ഞില്ല. അവിടെ ജാതിയോ മതമോ വർഗമോ ദേശീയതയോ ഭാഷയോ യാതൊന്നും വിഷയമല്ല. എന്നാൽ ഈ ജീവനുള്ളവരുടെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട എല്ലാവരും ജീവപുസ്തകത്തിൽ പേരുള്ളവരല്ല. ജീവപുസ്തകത്തിൽ പേരുള്ളത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് പേർ മായ്ക്കുന്നത് ഒരുവൻ മരിക്കുമ്പോഴാണ്. ഒരാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അവിടുന്ന് മായ്ച്ചു കളയുന്നു. എങ്കിലും അവൻ മരിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടാൽ നീതിമാന്മാരുടെ കൂട്ടത്തിൽ എഴുതും. അതും പാടില്ല എന്ന് സങ്കീർത്തനക്കാരൻ തന്റെ വിശുദ്ധ ക്രോധത്തിൽ പറയുക. എന്താ കാര്യം? കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു വന്ന യഹൂദ പരീക്ഷകളെ കുറിച്ചാണ് പ്രാവചനികമായി ഈ സംഖ്യയിൽ പറയുന്നത്. ജീവദായകനെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ക്രൂശിച്ചു കൊല്ലുകയും അവനെ തള്ളിക്കളയുകയും ചെയ്ത ഈ ആളുകളുടെ പേരുകൾ എന്ത് ചെയ്യരുത്? ജീവപുസ്തകത്തിൽ എഴുതരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്രമാത്രം വിഷമകരമായ ഹൃദയത്തോടുകൂടി സങ്കീർണക്കാരൻ അവിടെ ഇത് സംസാരിക്കുകയാണ്. അവരെ കുറിച്ചാണ് പറയുന്നത്. അവരെ കൊല്ലണമെന്ന് തന്നെയാണ് ആശയം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഈ നികൃഷ്ട ജാതിയെ എന്ത് ചെയ്യരുത്? ജീവിക്കാൻ അനുവദിക്കരുത്. അവരെ കൊന്നുകളയണമേ, അവരെ വാഷൗട്ട് ചെയ്ത് കളയണമേ, അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കരുത്, അവർക്ക് ദീർഘായുസ് നൽകരുത്, അവർ ദൈവത്തിന്റെ രക്ഷയെ കാണരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഈ സങ്കീർത്തന പുസ്തകത്തിലെ ഇംബ്രിക്കേറ്ററി പ്രെയർ ലിസ്റ്റിൽ വരുന്ന ഒന്നാണ്. അതായത് പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്, കൃപായുഗത്തിലുണ്ട്. പ്രതികാര ബുദ്ധിയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് വേദപുസ്തകം അനുമതി നൽകിയിട്ടില്ല. എന്നാൽ പഴയ മുതൽ അങ്ങനെയുള്ള ഇംബ്രിക്കേറ്ററി പ്രേയേഴ്സ് പലതും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ പ്രാർത്ഥനയും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വേദഭാഗം 68-ാം സങ്കീർത്തനത്തിലെ ഈ പ്രസ്തുത വേദഭാഗം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ 29-ാം വാക്യം വായിക്കുമ്പോൾ ജീവപുസ്തകവും ജീവനുള്ളവരുടെ പുസ്തകവും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വാസ്തവത്തിൽ അതിന്റെ അർത്ഥം ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് ഞാൻ സ്നേഹബുദ്ധിയ ഓർപ്പിക്കുന്നു.
ഇത് ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി പ്രത്യേക ബയാസ് ഉണ്ടായിട്ട് പഠിപ്പിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് അങ്ങനെ തന്നെ അംഗീകരിക്കാനും അങ്ങനെ തന്നെ പഠിക്കാനും നമുക്ക് സാധിക്കണം എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ.